കാശി പാർട്ട് 46. ഇവരെല്ലാം ഒരു ഞെട്ടലോടെ നോക്കി ആരവ് അങ്ങോട്ട് വന്നു. എന്താ എന്താ ഇവിടെ സംഭവിച്ചേ? ഭയത്തോടെ ആരവ് ചോദിച്ചതും ശ്രീക്കും ഗൗരിക്കും മറുപടി ഒന്നുമില്ലായിരുന്നു. കാശിയേട്ടൻ എങ്ങനെ? ഇത് എന്റെ കയ്യും കാലും വിറക്കുന്നു, എന്താ ഇത്? ആരവ് ഭയത്തോടെ ചോദിച്ചു. ശ്രീ പേടിച്ച് ഒരു ശില പോലെ നിൽപ്പുണ്ട്. ഗൗരി തലയും താഴ്ത്തിയിരിപ്പാണ്. നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പറ. അതും പറഞ്ഞ് പേടിച്ച് വിറച്ച് കാശിയേശന്റെ മൂക്കിന്റെ അവിടെ കൈവച്ച് നോക്കിയതും ശ്വാസം ഇല്ലെന്ന് കണ്ടതും അവൻ ഞെട്ടിക്കൊണ്ട് പുറകിലേക്ക് നീങ്ങി. ശ്വാസമില്ല, അവൻ വിക്കിക്കൊണ്ട് പറഞ്ഞു. ഞാനാ കൊന്നത്. വലിയൊരു മൗനത്തിന് ശേഷം പെട്ടെന്ന് ഗൗരി ഗൗരവത്തിൽ ഉറച്ച ശബ്ദത്തിൽ അത് പറഞ്ഞതും അവളുടെ പാവം കണ്ട് ഇവർ ഞെട്ടലോടെ നോക്കി. ഗൗരി, ഇതെന്താടാ ഇതൊക്കെ? ഇവൻ എന്തിനാ ഉപദ്രവിക്കാൻ വന്നത്? അത്രയും നേരം ഒരു ശീല പോലെ നിന്ന ശ്രീ പെട്ടെന്ന് ഗൗരിയുടെ അടുത്തേക്ക് ഓടി വന്ന് അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. എന്നോട് ക്ഷമിക്ക് ശ്രീ, നീ വിചാരിക്കുന്ന ഒരാളല്ല ശ്രീ. ഇവനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് ഇവനെ കെട്ടാൻ വേണ്ടിയല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇവനെ കൊല്ലാൻ വേണ്ടി തന്നെയാണ് ഞാൻ വന്നത്. ശ്രീയെ നോക്കിക്കൊണ്ട് ഗൗരി അത് പറഞ്ഞതും ശ്രീ വേദനയോടെ അവളെ നോക്കി. എന്തൊക്കെയാ ഗൗരി നീ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്താ ഇവിടെ നടക്കുന്നത്? ശ്രീ, ഈ കിടക്കുന്ന കാശിയേശൻ എന്ന വ്യക്തി ആട്ടും തോലിട്ട ചെന്നായിയാണ്. ഞാൻ ഒറ്റക്കുട്ടിയല്ല ശ്രീ. ഞങ്ങൾ 2 മക്കളായിരുന്നു. എനിക്കൊരു ചേച്ചി ഉണ്ടായിരുന്നു, ഗായത്രി. നിന്റെ അതേ പ്രായം തരും. അതിനേക്കാളുപരി ഒരാൾ കൂടെ അവിടെ ഉണ്ടായിരുന്നു. അതാണ് അരവിന്ദ്. അമ്മായിയുടെ മകനായിരുന്നു. അമ്മായിയും അമ്മാവനും അവൻ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ മരിച്ചതാണ്. പിന്നീട് അവൻ വളർന്നത് ഞങ്ങളുടെ വീട്ടിലായിരുന്നു. എല്ലാവരും സന്തോഷ സമാധാനത്തിൽ ജീവിക്കുന്ന ടൈം. അങ്ങനെ ഇരിക്കെ വീട്ടിൽ ഒരു ദിവസം വലിയ പ്രശ്നമുണ്ടായി. ബഹളം കേട്ട് ഞാൻ ഹാളിലേക്ക് വരുമ്പോൾ ചേച്ചിയെ അപ്പ വഴക്ക് പറയുകയാണ്. ഗൗരിയുടെ ഓർമ്മയിലേക്ക്. എനിക്ക് കാശിയെ ഇഷ്ടമാണ്. എനിക്ക് അവനെന്ന് വെച്ച ജീവനുമാണ്. അതിലിനി ആര് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇതിൽ നിന്നും പിന്മാറുകയുമില്ല. ഗായത്രി, നീ ഇതെന്താ പറയുന്നേ? ഓർമ്മയുണ്ടോ നിനക്ക്? ഇത് അപ്പയാണ്. അരവിന്ദ്, അതെ, എൻ്റെ അപ്പയാണ്, അല്ലാതെ നിന്റെ അല്ല. ഒരു കാര്യം ഞാൻ പറയാം, നീ എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ നിൽക്കണ്ട. ഞാൻ എങ്ങനെ ജീവിക്കണം എന്നത് എൻ്റെ തീരുമാനമാണ്. അതെല്ലാം നോക്കി ഇവിടെ വന്ന് പറയാൻ നീ ആരാടാ? ഗായത്രി അവളുടെ ആ വാക്കിന് മുമ്പിൽ അവന് മറുപടി ഇല്ലായിരുന്നു. ഡീ, നീ ഇതെന്തൊക്കെയാ പറയുന്നേ എന്ന് ബോധം നിനക്കുണ്ടോ? അമ്മ ഉണ്ട്. എന്നെ ഭരിക്കാൻ ആരും ഇവിടെ വരണ്ട. ഗായത്രി അതും ദേഷ്യത്തിൽ പറഞ്ഞ് ഗായത്രി അവിടെ നിന്നും പോയി മുറിയിൽ കയറി വാതിലടച്ചു. അവളുടെ അച്ഛൻ സങ്കടത്തോടെ അവിടെ സോഫയിലിരുന്ന് തലക്ക് കൈവച്ചു. ഗൗരി സങ്കടത്തോടെ അവരെ നോക്കി നിന്നു. ഗായത്രി ഇപ്പോൾ ആകെ മാറി. പിടിവാശി മാത്രമേ കയ്യിലുള്ളൂ. ആ കാശ് ശരിയല്ലെന്ന് ഈ നാട്ടിലുള്ളവർക്കെല്ലാം പറയുന്നേ. കള്ളും പിടിച്ച് പെണ്ണും പിടിച്ച് നടക്കുന്ന അവനെയാണ് മോൾക്ക് ഇഷ്ടമായത്. ആ അമ്മ വേദനയോടെ പുലമ്പി. അരവിന്ദിനെ ഒന്നും മിണ്ടാതെ അതെല്ലാം നോക്കി നിന്നു. ഇതെല്ലാം കണ്ട് സങ്കടത്തോടെ ഇരിക്കുന്ന ഗൗരിയെ കണ്ടതും അപ്പാടെ ചെല്ലാം വാ, അവളെ അരികിലേക്ക് വിളിച്ചതും അവൾ സന്തോഷത്തോടെ അവളുടെ അടുത്തേക്ക് വന്നു. മോളെ, എൻ്റെ മോൾ ഇവിടെ അടുത്തുള്ള കോളേജിൽ പോയി പഠിക്കാട്ടോ. പുറത്തേക്കൊന്നും പോകണ്ട, അതാ നല്ലത്. നിന്റെ ചേച്ചിയെ പോലെ നീ ആവരുത്. അത് കാണാനുള്ള ശേഷി എനിക്കില്ല. എൻ്റെ മോൾ നന്നായി പഠിക്കണം. വേറെ ചിന്തകളൊന്നും ഉണ്ടാവരുത്. എൻ്റെ മോൾക്ക് അച്ഛൻ തന്നെ ഒരാളെ കണ്ടുപിടിച്ചോളാം. അപ്പ ഞാൻ അപ്പയും അമ്മയും പറയുന്നതേ കേൾക്കൂ. ഗൗരി അരവിന്ദിനെ ഒന്ന് നോക്കി അവൾ അവളുടെ മുറിയിലേക്ക് പോയി. കിടക്കയിൽ കിടന്ന് അവൾ ഒരുപാട് കരഞ്ഞു. പുറത്തു പോയി പഠിക്കണമെന്നത് എൻ്റെ വലിയൊരാഗ്രഹമായിരുന്നു. അതെല്ലാം വെറുതെയായി. വീട്ടിലെ പതിവ് ബഹളമായിരുന്നു ഇതൊക്കെ. അടുത്ത ദിവസം രാവിലെ ഗൗരി എണീറ്റ് വരുമ്പോൾ അരവിന്ദ് ദേഷ്യത്തിലെന്തോ നോക്കി നിൽക്കുന്നത് കണ്ട് പുറത്തേക്ക് വരുമ്പോൾ
പുറത്ത് കാശിയുടെ കൂടെ ബൈക്കിൽ കയറുന്ന ഗായത്രിയെയാണ് കാണുന്നത്. ഗായത്രി പോയി മറിയുന്നത് വരെ അവൻ നോക്കി നിന്നു. അവരെ തന്നെ നോക്കി നിൽക്കുന്ന അരവിന്ദന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അതും തുടച്ചുകൊണ്ട് തിരിയുമ്പോൾ മുമ്പിൽ ഗൗരി ഉണ്ടായിരുന്നു. അവൻ മുഖം കൊടുക്കാതെ അകത്തേക്ക് പോകാൻ നിന്നതും അരവിന്ദ്, ഒരു നിമിഷം എനിക്കൊന്ന് സംസാരിക്കണം. ഗൗരി. രണ്ടുപേരും മുറ്റത്ത് മാറി നിന്നു. നിനക്കറിയില്ലേ അരവിന്ദ്, ചേച്ചിയുടെ സ്വഭാവം? അതെല്ലാം വീട്ടിൽ വന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. ചേച്ചി നന്നാവാനുള്ള ഉദ്ദേശവുമില്ല. അവളുടെ അവസ്ഥ നമുക്ക് രണ്ടുപേർക്കും നന്നായി അറിയാം. എന്നിട്ടും എന്തിനാ ഇങ്ങനെ അവളെ ഉപദേശിക്കാൻ നിന്ന് വായ്ക്ക് വാങ്ങുന്നേ? അതിന് മറുപടിയൊന്നും അവൻ പറഞ്ഞില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഗൗരി? അവൾ അല്പം ഗൗരവത്തിലായിരുന്നു അത് ചോദിച്ചത്. അവൻ എന്താ എന്ന പോലെ അവളെ നോക്കി. നിനക്ക് ചേച്ചിയെ ഇഷ്ടമാണോ? ആ ഒരു ചോദ്യം വന്നതും അവൻ ഞെട്ടി നോക്കി. അങ്ങനെയൊന്നുമില്ല. കള്ളം പറയരുത് നീ ഗൗരി. എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമായിരുന്നു. ഞാൻ നിന്നെ എൻ്റെ കുഞ്ഞി പെങ്ങളായി കണ്ടുവെങ്കിലും അവളെ ഞാൻ അറിയാതെ പ്രണയിച്ചു പോയി. ഇപ്പോൾ അവളുടെ ഈ പ്രവൃത്തിയെല്ലാം കാണുമ്പോൾ സഹിക്കുന്നില്ല. കാശിക്കപ്പുറം പല ആൺകുട്ടികൾക്കൊപ്പം അവളെ കാണുമ്പോഴും എൻ്റെ ഉള്ളിൽ പിടയുക. എത്ര വേണ്ടെന്ന് ശ്രമിച്ചാലും പറ്റുന്നില്ല. അരവിന്ദ് അതിന് മറുപടി ഒന്നുമില്ലാതെ ഗൗരി നിന്നു. അവളുടെ പ്രവൃത്തിയൊന്നും നല്ലതല്ലെന്ന് എനിക്കറിയാം. പക്ഷേ അവൾക്ക് എന്നെ ഇഷ്ടമല്ല. അവളെ അവൾ പോലും അറിയാതെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. നേർ പോലെ ചുറ്റുന്നുമുണ്ട്. പക്ഷേ അവൾ കൈവിട്ടു പോയി പല നിലക്കും. എല്ലാം കണ്ടിട്ടും സഹിക്കാനാവാതെ പിടയുക എൻ്റെ മനസ്സ്. എന്നാലും അവൾക്ക് എന്ത് വന്നാലും കൂടെ ഞാൻ കാണും. അതും പറഞ്ഞ് അവൻ കണ്ണുകൾ തുടച്ച് അകത്തേക്ക് പോകുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഞാനാണ് മണ്ടിയായത്. അവന് ഞാനൊരു പെങ്ങൾ മാത്രമായിരുന്നു. ഒരു പെങ്ങളോടുള്ള സ്നേഹം എന്നോട് കാണിച്ചപ്പോൾ ഞാനാണ് അതെല്ലാം ഒരു പ്രണയമായി കണ്ടത്. അവന് ചേച്ചിയായിരുന്നു ഇഷ്ടം. ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചു. ഗൗരി ആത്മ അതോടൊപ്പം അവൻ്റെ കൂടെ ഓടി നടന്നതും കളിച്ചതും സംസാരിച്ചുമല്ല എല്ലാ കാര്യങ്ങളും അവളിലൂടെ മിന്നിമാഞ്ഞു. ഇതാണ് എൻ്റെ ജീവിതം. ഞാനന്ന് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ഒരു ഒതുങ്ങിക്കൂടിയ ഒരാൾ, അത്രയേ ഉള്ളൂ. പക്ഷേ ചേച്ചിയുടെ ഓരോ പ്രവൃത്തിയും കാണുമ്പോൾ എനിക്ക് പല കാര്യങ്ങളും വിലക്ക് വന്നു. അവൾ എന്തെങ്കിലും ചെയ്ത് അവളുടെ സ്വഭാവമെല്ലാം മാറിയതോ അത് എനിക്ക് ചെയ്യാൻ പാടില്ല. അതിൽ ഒന്നും മാത്രമായിരുന്നു എന്നെ പുറത്തേക്ക് കോളേജിലേക്ക് വിടാൻ പാടില്ലാത്തത്. അന്നെല്ലാം അച്ഛൻ ചെട്ടിയാറാണെന്നേ ഉള്ളൂ. ആളൊരു പാവമായിരുന്നു. പക്ഷേ പിന്നീട് എൻ്റെ ചേച്ചിയുടെ മരണമാണ് അച്ഛൻ ആള് മാറാനും എൻ്റെ ജീവിതവും സ്വപ്നവും മാറി മാറിയ കാരണമായത്. ഒരു ദിവസം കോളേജിൽ പോയ ചേച്ചിയെ കാണാനില്ല. അതുപോലെ തന്നെ അരവിന്ദേട്ടനെയും. എന്താ സംഭവമെന്ന് ആർക്കും അറിയില്ല. കാശി എന്ന സ്ഥലത്തിലൊന്നും പറയുന്നു. അവിടെ വെച്ചാണ് പ്രശ്നം തുടങ്ങുന്നത്. 2 ദിവസം കഴിഞ്ഞാണ് ഞങ്ങൾ ആ വാർത്ത അറിയുന്നത്. ചേച്ചി ഏതോ ബിൽഡിങ്ങിൽ നിന്നും എടുത്തു ചാടിയെന്നും ആത്മഹത്യ ചെയ്തുവെന്നും. എല്ലാവർക്കും ശരിക്കും അതൊരു ഞെട്ടലായിരുന്നു. അതെ, അരവിന്ദേട്ടനെ കാണാനുമില്ല. പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോഴാണ് ചേച്ചി റേപ്പ് ചെയ്തു എന്നറിഞ്ഞത്. അച്ഛൻ ആദ്യം കേസ് കൊടുത്തത് കാശിയുടെ മേലായിരുന്നു. പക്ഷേ അവൻ ഓരോ കെട്ടുകഥകളും നാടകങ്ങളും പറഞ്ഞ് അതിൽ നിന്നും രക്ഷപ്പെട്ടു. അരവിന്ദേട്ടനെ പിന്നെ കണ്ടിട്ടുമില്ല. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ഞാൻ എൻ്റെ വീട്ടിൽ ഒറ്റപ്പെട്ടു പോയി. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു പോകെ എല്ലാം ഒരു ഓർമ്മയായി തുടങ്ങി. അങ്ങനെ ഇരിക്കെ ഒരു ഉത്സവത്തിനന്ന് ഞാൻ ഒരിക്കൽ പോലും വിചാരിക്കാത്തൊരു സംഭവം നടന്നു. ഉത്സവ പറമ്പിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു വീടുണ്ട്. എൻ്റെ സുഹൃത്ത് അന്ന് ഫോൺ വിളിച്ചിട്ട് അർജന്റായി ആ വീട് വരെ വരണമെന്ന് പറഞ്ഞു. വിളിച്ചതിനെ തുടർന്ന് ഞാൻ ആ വീട്ടിൽ പോവുകയും ചെയ്തു. പിന്നെ അവളുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് എടുക്കുന്നില്ല. ആ വീട് ചുറ്റും നോക്കി നടക്കുമ്പോഴാണ് ഞാനൊരു കാര്യം കേൾക്കുന്നത്. വീട് ചുറ്റി വരുന്ന വഴി ആ വീട്ടിൽ നിന്നും ആരുടെയോ ശബ്ദം കേൾക്കുന്നത്. അത് എന്താണെന്ന് കേൾക്കാൻ വേണ്ടി അവിടുത്തെ ജനൽ വഴി തുറന്ന് ഉള്ളിലേക്ക് നോക്കുമ്പോൾ കാശേഷനുണ്ട് കള്ളം കുടിച്ച് കൂട്ടുകാരുടെ ഓരോ കഥകൾ പറയുമ്പോൾ ഇടയിൽ അവൻ്റെ വായിൽ നിന്നും ഒരു കഥ കേട്ടത് ഞാൻ ഊഹിച്ചത് തന്നെയായിരുന്നു സത്യം. ചേച്ചിയെ റേപ്പ് ചെയ്തുക്കുന്നത് അവൻ തന്നെയാണ്. എൻ്റെ ചേച്ചി അത്ര നല്ലവളല്ലെന്ന് എനിക്കറിയാം. അവൾക്കും പല നിരക്കുമുള്ള ബന്ധമുണ്ടെന്നും എനിക്കറിയാം. പക്ഷേ അവൻ്റെ കൂട്ടുകാരന് അവൾ വഴങ്ങിയില്ല. അതിൻ്റെ പേരിലായിരുന്നു അതെല്ലാം നടന്നത്.
അതുപോലെ അരവിന്ദിനെ അന്ന് അവൻ തല്ലിച്ചതച്ച് എവിടെയോ കൊണ്ടുപോയി വിട്ടെന്നെല്ലാം കൂടെ ഹാജരലിൻ്റെ അവിടെ നിന്നും കേൾക്കുമ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞ ഞെട്ടിപ്പോയി. സങ്കടത്തോടെ അതെല്ലാം കേട്ട് നിൽക്കുമ്പോഴാണ് കാശിയേഷൻ ഏതോ ഒരു പെൺകുട്ടിയെ മുറിയിൽ പിടിച്ചു വലിച്ചു കൊണ്ടുവരുന്നത്. അതാണെങ്കിലോ എൻ്റെ സുഹൃത്തായിരുന്നു. അത് കണ്ടതും ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. അവൻ്റെ അടുത്ത ഇര അവളാണെന്ന് മനസ്സിലായതും എനിക്ക് ദേഷ്യം വന്നു. അതോടൊപ്പം എൻ്റെ ചേച്ചിയുടെ അവസ്ഥയും എല്ലാം കേട്ട ദേഷ്യത്തിൽ ഞാൻ വാതിൽ പോയി മുട്ടി. അന്ന് അവൻ്റെ കൂട്ടുകാരൻ വാതിൽ തുറന്നതും ഞാൻ ദേഷ്യത്തിൽ കാശിയുടെ അടുത്തേക്ക് പോയി അവൻ്റെ മുഖം നോക്കി ഒന്ന് കൊടുത്തു. ദേഷ്യത്തിൽ അവളെ പിടിച്ച് പോകാൻ നിൽക്കുമ്പോഴാണ് അവിടെ 2 പേരും മാത്രമല്ല എന്ന സത്യം ഞാൻ തിരിച്ചറിയുന്നത്. പിന്നെ നടന്നത് ഒന്നും പറയേണ്ടല്ലോ, ജീവൻ തന്നെ നശിപ്പിച്ചു. എന്തോ ഭാഗ്യം കൊണ്ട് അന്നെൻ്റെ മേൽ കൈ വെച്ചത് കാശി മാത്രമായിരുന്നു. എല്ലാം നഷ്ടമായ ആ രാത്രി ഞാൻ പൊട്ടിക്കരയുമ്പോൾ അവൻ സന്തോഷിച്ചു. രാവിലെ നേരത്തെ എണീറ്റ് ഞാൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും രക്ഷപ്പെട്ടു. എല്ലാവരും ഉറക്കമായതുകൊണ്ട് മാത്രം, ഇല്ലെങ്കിൽ എൻ്റെ ജീവിതം അന്നേ പോയിരുന്നു. അന്ന് അവിടെ നിന്നും ഇറങ്ങുമ്പോഴാണ് മറ്റൊരു സത്യം ഞാൻ തിരിച്ചറിഞ്ഞത്. എൻ്റെ സുഹൃത്ത് അറിഞ്ഞുകൊണ്ട് എന്നെ ചതിച്ചതാണെന്ന്. എന്നെ അവൻ അന്ന് ആ രാത്രി പിടിച്ചുകൊണ്ട് റൂമിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവൾ ഉച്ചത്തോടെ നോക്കിയത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അന്ന് അതെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ സത്യം പറഞ്ഞാൽ എല്ലാം കൊണ്ടും ഞാൻ തകർന്നു പോയി. പുറത്തേക്കിറങ്ങാൻ പോലും ഞാനൊന്ന് മടിച്ചു. ആ റൂമിലിരിക്കുമ്പോൾ ഓരോ ദിവസവും എനിക്ക് ദേഷ്യവും വാശിയും കൂടി. എൻ്റെ മനസ്സ് അവനെ കൊല്ലാനുള്ള ആഗ്രഹം തന്നെ വന്നു തുടങ്ങി. അച്ഛനും അമ്മയ്ക്കും എന്ത് ചോദിച്ചാലും ഞാനിത് മാത്രം പറഞ്ഞില്ല, ആരെയും അറിയിച്ചില്ല. എന്നിൽ തന്നെ ഞാനത് ഒളിപ്പിച്ചു വെച്ചു. അങ്ങനെ ഒരു ദിവസം ഞാൻ കാശിയെ തേടിയിറങ്ങുമ്പോൾ പുതിയ രീതിയിലുള്ള ഒരു കാശിയെയാണ് അന്ന് ഞാൻ അവിടെ കണ്ടത്. കള്ളും പിടിച്ച് പെണ്ണും പിടിച്ച് നടക്കുന്ന കാശി അന്നാദ്യമായി ആരോടോ ചിരിച്ച് സംസാരിക്കുന്നു, പാടത്തിറങ്ങി പണിയെടുക്കുന്നു. ഞാനത് കണ്ട് ഞെട്ടിയെങ്കിലും അവൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് അവൻ്റെ മുഖത്ത് യാതൊരു മാറ്റവും വരാത്തത് എനിക്കിൽ സംശയമുണ്ടാക്കി. ഇല്ലെങ്കിൽ എൻ്റെ അച്ഛനെ പേടിച്ച് അവൻ എന്നോ മുങ്ങുന്നതാണ് നല്ലതെന്ന് അവൻ ചിന്തിച്ച് കാണുമെന്ന് എനിക്കറിയാം. അങ്ങനെ കാശിയോടുള്ള എൻ്റെ സംശയം കൂടിക്കൂടി അവൻ തന്നെയാണോ എന്നറിയാൻ ഞാനും തീരുമാനിച്ചു. പണ്ടൊരിക്കൽ ഞാൻ നിന്നോട് പറഞ്ഞ ഒരു പ്രണയകഥയിലെ അത് തന്നെയാണ് പിന്നീട് നടന്നത്. പക്ഷേ ഒരിക്കലും പ്രണയിച്ചിട്ടില്ല. അവനോടുള്ള ആ സമീപനം എനിക്ക് മനസ്സിലായി, എവിടെയോ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന്. അത്രയും കാലം മോശം പറഞ്ഞിരുന്ന നാട്ടുകാരുടെ മുമ്പിൽ അവൻ കുറച്ച് ദിവസം കൊണ്ട് ആ നാട്ടിൽ നല്ലവനെന്ന പേരും സംസാരവും ഉണ്ടാക്കി. ഇതൊക്കെ നാടകമാണോ എന്ന് പോലും അറിയാതെ അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് അങ്ങനെ അവൻ്റെ ഉള്ളിരിപ്പ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് വീട്ടിൽ ഒരു കല്യാണ നാടകം നടത്തിയത്. അച്ഛനും അമ്മയും ഒരുപാട് എതിർത്ത് പറഞ്ഞു. ചേച്ചിയെ അവൻ തന്നെ കൊന്നത് അതിന് പകരം വീട്ടാൻ വേണ്ടിയാണ്, എനിക്കതിനപ്പുറം ജീവിതം വേണ്ട. അവൻ്റെ ജീവിതത്തിൽ കടന്നു ചെന്ന് അവനെ ഞാൻ നന്നാക്കിയെടുത്ത് സ്നേഹിച്ച് ഒടുവിൽ ഞാൻ അവനെ ഇട്ടെറിഞ്ഞ് വരുമെന്ന് അച്ഛനോട് പറഞ്ഞ് ധരിപ്പിച്ചു. അച്ഛൻ്റെ ഒരുപാട് എതിർപ്പുകൾക്ക് ശേഷമാണ് അതെല്ലാം ഞാൻ നടപ്പിലാക്കുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് നീ അവിടെ എത്തുന്നത്. സഹോദരിയായി തന്നെയാണ് കണ്ടത്, പക്ഷേ ഇതൊന്നും ഞാൻ നിന്നോട് പറഞ്ഞില്ല. പക്ഷേ നീ വഹിയാണ് കാശി മാറി നിന്ന അവസ്ഥ ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോഴാണ് അത്രയും കാലം ഞാൻ അന്വേഷിച്ച ചോദ്യത്തിന് ഉത്തരം കിട്ടിയത്. സത്യം പറഞ്ഞാൽ സന്തോഷമായി എനിക്ക്. അന്ന് അച്ഛൻ്റെ കൈയും കാലും പിടിച്ച് ഞാൻ ഇങ്ങോട്ട് വന്നത് ആ കാശിയെ തേടി തന്നെയാണ്. ആരെയും അറിയിക്കാതെ ഓരോ രാത്രിയും ഞാൻ കരഞ്ഞു തീർത്തത് എനിക്കേ അറിയൂ, എനിക്ക് മാത്രം. ഇത്രയും നാളും നിങ്ങൾക്കെല്ലാവരും മുമ്പിൽ കളിച്ചത് ഒരു നാടകം തന്നെയാണ്. അല്ലാതെ അവനെ ഞാൻ കല്യാണം കഴിക്കാനല്ല, കല്യാണം കഴിച്ച് കൊല്ലാൻ തന്നെയാണ് വന്നത്. ഗൗരി അത്രയും പറഞ്ഞു നിർത്തുമ്പോൾ ഹാരവും ശ്രീയും ഒരു ഞെട്ടലോടെ നിൽപ്പാണ്. നിങ്ങൾ എന്താ വിചാരിച്ചത്? അവൻ ഇവിടേക്ക് നിൽക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് എന്നോ, ഇവിടെയുള്ള കാശിയെ അങ്ങോട്ട് വിട്ടത് എന്നാണോ? എന്നാൽ അല്ല, ഇവൻ എൻ്റെ അച്ഛനെ പേടിച്ച് മുങ്ങിയതാണ് ഇങ്ങോട്ട്. അതുകൊണ്ടാണ് എന്നെ കാണുമ്പോൾ അവൻ ഞെട്ടുന്നതും. എല്ലാ സത്യവും കാശിനാഥൻ അറിഞ്ഞോ എന്ന ഭയത്തിലാണ് കാശിനാഥനോട് സംസാരിക്കാത്തത്. ഇവരോടുള്ള ആ അമ്മയില്ലേ, അവർക്ക് ഇതെല്ലാം അറിയാം. അവർ കാരണം തന്നെയാണ് ഇവൻ ഇങ്ങനെയായതും. പ്രതിലിപിയിലെ എല്ലാ ക്യാരക്ടറിനും ഓരോ മുഖത്തിൻ്റെ ഫോട്ടോ ഞാൻ അതിൽ പോസ്റ്റ് ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞു. ഇതിലെന്തുകൊണ്ട് അങ്ങനെ ഇടാത്തതെന്ന് വെച്ചാൽ കോപ്പിറൈറ്റ് വരുന്നതാണ്. ഏതായാലും ഇതിലെ ഗൗരിയും
ശ്രീയുമാണ് ഇതിൽ കാണുന്നത്.